Hello guys, welcome to Arya's Diaries. അപ്പോൾ let's go to a Chinese restaurant. Chinese Muslim restaurant. നാസർ സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ കുറേ കാലമായില്ലേ ഇപ്പോൾ ഇന്ത്യൻ ഫുഡൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ ഫുഡ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫുഡ് കുസീൻ എന്തായി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, പോരട്ടെ. നമ്മളെവിടെ ഉള്ളത്? നമ്മളെവിടെ ഉള്ളത്? നമ്മളിപ്പോ ഹോട്ടലില് അല്ല, ഹോട്ടലല്ല, ആദ്യം തന്നെ നമുക്ക് അസീമ് പറഞ്ഞിരുന്നാണ് എങ്ങനെ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കേണ്ടതെന്ന്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? കോഴിത്തലയോ? സാമു ഇവിടെ നല്ല യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് ചോപ്പ് സ്റ്റിക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. അസീമിനും ഇവിടെ കിട്ടി. ഇവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്കിതെങ്ങനെ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ആകെ ഒരു ചൈനക്കാരെ മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. അതന്നെ, പുറത്ത് കുറച്ച് ചൈനക്കാരല്ല. ഞാൻ വിചാരിച്ച ചൈനീസ് റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫുള്ള് ചൈനക്കാരൊക്കെ ആയിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. ഇതൊരു മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫുൾ ഹലാൽ മീറ്റ്. ഹലാലായി മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയും? ഇപ്പോൾ ഓർഡർ ചെയ്തത് ഡംപ്ലിങ്സ് ഓർഡർ ചെയ്തിട്ട്, പിന്നെ ബീഫ് റാമൻ നൂഡിൽസ്, പിന്നെ എന്താണ് ഫ്രൈഡ് ബീഫ് നൂഡിൽസ് ആണ് പറഞ്ഞത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ പുറത്ത് ഇരിക്കുന്നവർക്കൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. സോ അതിൻ്റെ ബേസിസിൽ നമ്മൾ 3 ഐറ്റം മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. വീഡിയോ കണ്ടത് ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ ഇത് ഇവിടെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതൊക്കെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെയല്ലേ? പഠിച്ച് ഭയങ്കര സ്പീഡിലൊക്കെ നമുക്ക് നൂഡിൽസ് എടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ഡിസൈനിലൊക്കെ സിങ്കില് കുടുംബം മറ്റേ ഇളക്കിയെടുക്കാനാ. ബുദ്ധിപൂർവ്വം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ആരെ മൂക്കിൽ ചെന്ന് കൈയിടും. കണ്ടോ, ഇപ്പൊ ചോപ്സ്റ്റിക് എടുത്തിന്റെ വലിയൊരു മൂക്കില് കേറ്റാൻ പോവാ. കൈ ഇത് കൂടെ കൊണ്ടായി കയറി പോകും. ജസ്റ്റിസ് ഫോർ വലിയ മൂക്കുള്ള ആൾക്കാർ. നിങ്ങളെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ വീഡിയോന്റെ അവസാനം എല്ലാവരെയും പേഴ്സണൽ റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം ആർക്കെങ്കിലും ഇവിടെ വരണമെങ്കിൽ എന്തൊരു QR കോഡൊക്കെ മെനുവിന്റെ ആണെന്ന് തോന്നുന്നു. എന്താണ് ചായ?
എനിക്കൊരു മഞ്ഞപ്പൊടിന്റെ ഒരു മിന്റ് എല്ലാം കൂടി ഇട്ട ഒരു ടേസ്റ്റ് ആണ് തോന്നിയത്. മിന്റ് ഒരു മഞ്ഞപ്പൊടി അതിന്റെ ഒക്കെ ഒരു എല്ലാം കൂടി ഒരു ഫ്ലേവറാണ് തോന്നിയത്. കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നതാന്ന് തോന്നുന്നത്. പറ്റുന്നില്ല. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വലിയ കാര്യത്തിന് വീഡിയോ ഒക്കെ കണ്ട് പൊക്കുന്നതും മറിക്കുന്നതും എന്നെ പഠിപ്പിക്കുന്നതാണോ? കുറുകളെ ശാസ്ത്രങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അറിയാത്തൊരു പണി ചെയ്താൽ ഒരു ഇതെങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് ടേബിള്. ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഒരാൾ 200. അപ്പൊ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വലിച്ചു കുടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ ലിപ്സ്റ്റിക് ഇടന്നാലും വരാണ്ടിരിക്കുക. എന്റെ ലിപ്സ്റ്റിക് മൊത്തം വൈറ്റ് പോയിക്കും. വെള്ള ഷർട്ടും ആരിടാണ്ടിരിക്കാതെ ഇവന്റെ വെള്ള ഷർട്ട് മൊത്തം മഞ്ഞ സ്റ്റെയിനൊക്കെ വന്നിക്ക്. ഒരുത്തം ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. പാത്രം ഇവൻ ഈ ലാസ്റ്റ് ഓർഡർ ചെയ്ത്, അതായത് ഇപ്പൊ കുറച്ച് മുന്നേ വന്ന ബീഫ് ഫ്രൈഡ് നൂഡിൽസ് അത്യാവശ്യം കൊള്ളാം. അതിന് ഇതിൽ കഴിച്ചതിൽ വെച്ച് അത്യാവശ്യം നല്ല. അതിന് അത് ഇവിടുത്തെ ചില്ലി സോസും ഈ പറഞ്ഞ ഒരു പുളിപ്പുള്ള എന്താണെന്ന് അറിയില്ല, സോയാ സോസ് വിനെഗർ എന്തൊക്കെ ഒരു മിക്സ് ആണ്. അതെല്ലാം കൂടി മിക്സ് ആക്കിയപ്പോൾ പിന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5-ൽ 3 ഒക്കെ റേറ്റിംഗ് കൊടുക്കാം നമ്മളൊരു ടേസ്റ്റ് പ്രകാരം. അതിനൊക്കെ ഉള്ളതേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ വായൊക്കെ ഒരുമാതിരി ടിക് ടാക്ക് കഴിച്ചൊരു ഫീലൊക്കെ ഉണ്ട് എനിക്കിപ്പോ. ഞാൻ അത്യാവശ്യം കുറെ ഒഴിച്ചിട്ടാണ്. നീ എന്ത് പുതിയ വ്ളോഗറോ? സാമുണ്ണി വ്ളോഗ്. എന്റെ മുഖത്തൊക്കെ അയക്കും സംഭവം. ഇവിടെ ഒരു പൂരപ്പറമ്പ് കഴിഞ്ഞൊരു അവസ്ഥയാണ്. കാണിച്ചുതരാം. ആർക്കും വിശപ്പ് ഒരു വഴിക്കും അടങ്ങാത്തത് കൊണ്ട് നമ്മളിപ്പോ ഏതാണ്ട് ഒരു 9 മണി 9:15 ആയിട്ടാണ് നമ്മൾ നേരെ വണ്ടി ചാർമിനാറിലേക്ക് വിടാൻ പോവാണ്. നമ്മള് ഫുഡ് ബ്ലോഗേഴ്സ് ആണ് കേട്ടോ. നമ്മള് അല്ലാണ്ട് മടുക്കില്ല. അടുത്ത് നമ്മൾ ഇന്ത്യൻ. നമുക്ക് ചൈനീസ് ഫുഡ് പറ്റൂല. നമുക്ക് ഇന്നത്തോടെ മനസ്സിലായി. അസിയും പറഞ്ഞോട്ടെ, ഇനി ഇതുപോലത്തെ ഫുഡ് ബ്ലോഗ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡൊണേഷൻസ് വേണം. ഓക്കെ, GP നമ്പർ വേണ്ടവർ ഇൻസ്റ്റാഗ്രാമും പേഴ്സണലായിട്ട് ചുമ്മാ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് തൃപ്തി സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്റെ സബ്സ്ക്രൈബറാണ്. നീയും എന്റെ സബ്സ്ക്രൈബറാണ്. എന്തോ പറയാണ്. എന്നെ ടൂക്കറാണ് വരെ പരിപാടി.
അങ്ങനെ ചൈനീസ് റെസ്റ്റോറന്റും ഞങ്ങൾ നേരെ നടക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയ ചാർമിനാറിലേക്കാണ്. 1.5 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് നടക്കാം. പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. അവിടെ എത്തിരി കാണാം എന്തായാലും. ബൈ. കോഴി മാർക്കറ്റ് ഇതാ പുറകില് അതല്ല കോഴി മാർക്കറ്റ് അവിടെ. ഇത് ബ്രോയിലർ കോഴി, ഇത് നാടൻ കോഴി, ഇത് കറുത്ത കോഴിയാടാ, കാട്ടുകോഴി, കരിങ്കോഴി. സോറി. ലോങ് വാക്കിന് ശേഷം 9:30 നമ്മൾ ചാർമിനാർ എത്തി. 2 മിനിറ്റ്സ് കൂടി ചാർമിനാർ എത്താനായി. ബാക്കി അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കഴിച്ചിട്ട് വേണം പിന്നത്തെ കാര്യം നോക്കാൻ. സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എവിടെയാണ് ചാർമിനാർ ചോദിക്കുന്നവർക്ക് നാസർ സിറ്റിയിലാണ്. ചാർമിനാർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പിന്നെ ഊബറിൽ ലൊക്കേഷൻ കൊടുത്താൽ ഒരു 35 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ എത്താം. ഇനി കുറച്ചുകൂടി ചീപ്പറായിട്ട് വരണമെങ്കിൽ എന്താ പറയുക, മെട്രോ കയറിയിട്ട് അൽ ഷൊഹാദയിൽ ഇറങ്ങുക. അവിടുന്ന് NB എന്ന് പറഞ്ഞ NB റൂട്ടിലേക്കുള്ള അറബി എടുത്താൽ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, പൊറോട്ട പഴംപൊരി ബീഫ് കട്ടൻ ചായ കോംബോ ഉണ്ട്. 170 പൗണ്ടാണ്. 2 പഴംപൊരി ഉണ്ടാവും, പിന്നെ ഒരു പ്ലേറ്റ് ബീഫ് ഉണ്ടാവും, ഒരു കട്ടൻ ചായ ഉണ്ടാവും. നമുക്ക് ട്രൈ ചെയ്യാം. പഴംപൊരി ഇവിടുന്ന് കഴിക്കണ്ട വിചാരിച്ചിട്ടാണോ? നമുക്കത് കഴിച്ചു നോക്കാം. നിനക്ക് വായ വെച്ചാൽ മതി. പഴംപൊരിയും ബീഫും നൈസാണ് സെറ്റ്. മുപ്പരം ഒരു കട്ടൻ ചായ കൂടി പറ്റും. ആരും ചേച്ചി ഓർഡർ ചെയ്ത് ഇഷ്ടപ്പെട്ട് ആരൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ എൻ്റെ എഗ് ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യും. ഈജിപ്തിലെത്തിയിട്ടില്ലേ, ഈ പഴംപൊരി അങ്ങോട്ട് വെച്ചിട്ട് ബീഫൊക്കെ കൂടി ആയിട്ട് വെച്ചിട്ട് ഒരു വലിയ പഴത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിവിടെ എത്ര ഡിമാൻഡ് ആവണം കാണുന്നത് ഈ പഴം ഇവിടെ കിട്ടൂല. ശരിയാ, എൻ്റെ എഗ് ബിരിയാണി ഒന്ന് മുട്ട ബിരിയാണി ഉള്ളിലുണ്ടാവും. ഓക്കെ, ശരി. ലാസ്റ്റ് അല്ല പൊറോട്ട എത്തി. താങ്ക് യു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇപ്പോൾ. അത് പറയണ്ട, ഫ്രീയാന്ന് പറയണ്ട. രാജരാജ അസീം കോഴി തമ്പുരാൻ. അറിയില്ലേ, ഓട്ടോമാറ്റിക് ആണ്. ഡി ഡി ഈ ഇത് ഡ്രൈവ്, ബാക്ക് ഇത് അറിയാലോ 6. ഇത് മുന്നോട്ടുള്ളതാണ്.
ഇവിടെ 116 ഇഞ്ച് ടി വിയുടെ ഫ്രണ്ടിൽ ഒരു കൊച്ചിവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അച്ചടാ, ചെറുപ്പത്തിൽ കിട്ടാത്തതിന്റെ രോദനാണ് ഇപ്പൊ തീർക്കുന്ന പറഞ്ഞിട്ട് ചെറിയ മക്കളെ റിമോട്ട് കാറും കൊണ്ടിരിക്കുന്നുണ്ട്.